ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഐറ്റം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇതൊരു സൂപ്പർ ക്യൂട്ട് പേഴ്സാണേ. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല ഇത്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഈ പ്രോഡക്റ്റ്. ഇത് എനിക്ക് തോന്നുന്ന ഒരു 7 പൗണ്ടിൻ്റെ അടുത്ത് വരുന്ന ഒരു പ്രോഡക്റ്റാണിത്. എൻ്റെ EDC ഐറ്റംസിൻ്റെ ക്രേസിലോട്ട് ഇതും ആഡ് ചെയ്തു. എനിക്ക് ചെറിയ ചെറിയ വാലറ്റുകൾ, ഓർഗനൈസ് ചെയ്യാനുള്ള വാലറ്റുകൾ പോലത്തുള്ളത്, കോയിൻ പേഴ്സ്, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പല പേഴ്സുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഞാൻ അവസാനം ഇതിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത് ഞാനൊരു 2 to 3 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഐറ്റമിൻ്റെ എല്ലാ റിവ്യൂസും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്നത് ലെതറും പോളിസ്റ്ററും കൂടി ചേർന്നൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പല കളർ അവൈലബിൾ ആണ്. അത് ഞാനിവിടെ പോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെക്ക് ഡിസൈനോടുകൂടി ഈ അവക്കാഡോ ഫ്രണ്ടിൽ വരുന്ന ഒരു കളറാണ് എനിക്കിഷ്ടപ്പെട്ടത്. നമ്മുടെ കയ്യിലങ്ങ് ഒതുങ്ങിയിരിക്കും. നല്ല ഒരു ലെതർ ഫിനിഷ് ലുക്കുന്നുണ്ട്. പക്ഷെ ലെതർ അല്ല, ഇതൊരു ലെതറും പോളിസ്റ്ററും കൂടി ചേർന്നതാണ്. പക്ഷെ ഇത് ഞാൻ റെയിനിലൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പുറകിൽ വാട്ട് ഡ്രീംസ് മേ കം എന്നും പറഞ്ഞ് കഴിച്ചിട്ടുണ്ട്. നല്ല രസമില്ല അത് കാണാനായിട്ട്, ഒരു പോസിറ്റിവിറ്റി ഒക്കെ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഞാൻ മഴയത്തൊന്നും അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വാട്ടർ പ്രൂഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും വാട്ടർ വന്നു കഴിഞ്ഞാൽ അത് ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കോമ്പാക്റ്റ് ആയിട്ട് കയ്യിലിരിക്കും. ഈ ഒരു കീ ചെയിൻ ഞാൻ മെയിൻലി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വലിയ ബാഗും ഒന്നും കൊണ്ടുപോകാറില്ല. ഒരു ചെറിയൊരു പേഴ്സും ഒരു കീയുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. അപ്പം അങ്ങനെ ഒരു എടുത്തതാണ്. ഇതിൻ്റെ ഒരു 7.7 ഇഞ്ചസിൻ്റെ ഒരു വിഡ്ത്തും ലെങ്ത്തുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അതിൻ്റെ ആ സ്റ്റിച്ചസ് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ക്വാളിറ്റി സ്റ്റിച്ചസ് ആണെന്ന് പറയാനായിട്ടില്ല എനിക്ക്. കാരണം ഞാനൊരു 2 to 3 months ആയിട്ടുള്ളൂ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ടെല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ കീ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു എയർപോഡും ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി ഇതൊരു ചാമാണ്, ഈവിൾ അതിൻ്റെ ചാമും പ്ലസ് 2-3 എലിഫൻ്റൊക്കെ വെച്ചിട്ടുള്ളത്. എയർപോർട്ട് ഞാൻ എപ്പോഴും അങ്ങനെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാറില്ല. വാക്കിംഗ് എപ്പോഴെങ്കിലും ഞാൻ നടക്കുമ്പോഴും ഒക്കെ, മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും അങ്ങനെയുള്ള സമയത്തൊക്കെ പാട്ട് കേട്ടുകൊണ്ട് വരാനേ ഞാൻ ആഡ് ചെയ്യാറുള്ളൂ. ചില സമയത്ത് ഞാനൊക്കെ ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ ബാക്ക് ടു പേഴ്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഇതൊരു നല്ല ഒരു ഗോൾഡൻ കളറിൻ്റെ ഒരു ഹോൾഡറാണ് അതിൻ്റെ ഉള്ളത്. ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കീ ചെയിൻസ് ആഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഒരു അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതെല്ലാം ഞാനൊന്ന് ഊരി മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈസി, അല്ലെങ്കിൽ കിളിങ്കിലും ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതേ നോക്കിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പാണ്. എന്നാൽ അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാകുകയും വേണം. ആ ചെക്ക് ഡിസൈനും ആ ഗ്രീനും അത് നല്ല, ആ കോമ്പിനേഷൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു സ്നാപ്പ് ക്ലോസിങ് ആണ് കേട്ടോ. വലിയ ലൂസൊന്നുമില്ല, അതേസമയം സെക്യൂർ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ചെന്നാൽ ഇതാ ഇങ്ങനെ ഓപ്പണായി വരും. കണ്ടില്ലേ, ഇത് ഇങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് വന്നാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് കൈ ഇട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരഞ്ഞ് എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാൽ കോയിൻസൊക്കെ എടുക്കാനോ അങ്ങനെ ഒന്നുമില്ല. അത് നമുക്കത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് ഓഫ് എൻ എമർജൻസി എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ ഇട്ട് എടുത്തെടുക്കണമെങ്കിൽ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സാണ്. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സ് മേടിക്കാനായിട്ട് അട്രാക്ട് ചെയ്തത്. അതിൻ്റെ ആ ഒരു വൈഡും അതിൻ്റെ സ്പേഷ്യസ് ലുക്കും അതൊക്കെ ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഞാനിതൊരു ചെറിയൊരു സാമ്പിൾ പെർഫ്യൂം വെച്ചിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ചെറിയൊരു സാമ്പിൾ പെർഫ്യൂമാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഇത് ബക്രാട്ട് റൂഷ് 540 പെർഫ്യൂമാണ്. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫ്യൂമാണ്. ഇച്ചിരി എക്സ്പെൻസീവാണിത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീരാറായി അത്. അപ്പോൾ പക്ഷേ ഇത് സ്മെല്ലാന്ന് എനിക്ക് എപ്പോഴും കോംപ്ലിമെൻറ്റ് കിട്ടും ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഇട്ടേക്കാം. ഇച്ചിരി എന്താ പറയുക, പ്രൈസിയാണ്. ഒരു 350 to 40 പൗണ്ടിൻ്റെ റേഞ്ചിൽ വരും ഇത്. പക്ഷേ അതിൻ്റെ സ്മെല്ല് സൂപ്പർ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല.
അത്ര നല്ല സ്മെല്ലാണ് അതിൻ്റെത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ഞാൻ എൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കും. എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമുക്കൊന്നും എടുത്ത് ഫ്രഷ് ആവണം നോക്കിയെന്നാൽ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു എയർ ടാഗ്. ഞാൻ അങ്ങനെ അധികം സാധനങ്ങളൊന്നും അങ്ങനെ കളഞ്ഞു പോകാറൊന്നുമില്ല. പക്ഷേ എയർ ടാഗ് എൻ്റെ കീയിലും വാലറ്റിലും ഒക്കെ ഞാൻ വെച്ചിരിക്കും. എങ്ങാനും വിട്ടുപോയാലോ. ഇതൊരു 5 പൗണ്ടിൻ്റെ ഒരു ക്യാഷ് ഞാൻ അങ്ങനെ അധികം ക്യാരി ചെയ്യുന്ന കൂട്ടത്തിലല്ല. പക്ഷേ എൻ്റെ മോൻ്റെ ബാർബർ, ഒരു ടർക്കിഷ് ബാർബർ എടുത്തുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും ക്യാഷാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ക്യാഷും ഒരു ക്യാരി ചെയ്യുന്നത്. അതല്ലാണ്ട് വേറെ ക്യാഷ് യൂസൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത് കുറച്ച് കോയിൻസ് വെച്ചിട്ടുണ്ട്. കോയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടെസ്കോ കാർട്ട് വല്ലതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പൗണ്ട് കോയിൻ ഞാൻ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ടോൾ ബൂത്തിലൊക്കെ വേണമെങ്കിൽ ഒരു പൗണ്ട് കോയിന്, അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ ഒരു പൗണ്ട് കോയിൻസ് വെക്കും. പിന്നെ കുറച്ച് പെനീസ് ഉണ്ട്, 10 പെൻസും 50 പെൻസും, അതൊക്കെ ഞാനിങ്ങനെ വെച്ചിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫീമെയിൽസ് നമുക്ക് ഈ ഹെയർ ടാഗ്സ് വളരെ അത്യാവശ്യമാണ്. എനിക്ക് വലിയ നീണ്ട ഹെയർ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഈ ചെറിയ ഹെയർ ടാഗ്സ് ഒക്കെ എനിക്ക് മതിയാവും. അപ്പം ഞാൻ എപ്പോഴും മുടി അഴിച്ചിടുന്ന ആളാണ്. ഈ ചെറിയ ഹെയർ ടാഗ്സ് ഒക്കെ തന്നെ എനിക്ക് വളരെ അത്ര പ്രശ്നമില്ലാണ്ട് എനിക്ക് പോകും. അപ്പം എങ്ങാനും വിൻഡി ഡേയ്സ് ആണെങ്കിൽ ഈ ഹെയർ ടാഗ്സ് കൊണ്ട് യൂസ് വരും. അപ്പോൾ വലിയ സ്പേസും ഒക്കുപ്പൈ ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് കണ്ടില്ലേ നല്ല സ്പേസസ്, അതൊക്കെ എല്ലാം കാണാൻ പറ്റും. അത് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ പേഴ്സിനോടുള്ള ഇഷ്ടമുള്ളത്. എന്തിട്ടെന്നാലും നമുക്കത് കാണാൻ പറ്റും. അത് അതിൻ്റെ അകത്തുനിന്നുള്ള നമുക്കത് എടുക്കാനുള്ളതും ഈസിയാണ്. ഓക്കെ, ഇപ്പം ഞാനെല്ലാം ബാക്കി തിരിച്ച് പേഴ്സിൻ്റെ അകത്ത് ഇട്ട് കാണിച്ചു തരാവേ. ഓക്കെ, കണ്ടല്ലോ, എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. എല്ലാം അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്നാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെക്യൂറാണ്. ഒന്നും പുറത്തോട്ട് വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. അതിനകത്ത് നല്ല സെക്യൂറായിട്ട് ഇരിപ്പുണ്ട്. അതേസമയം അത്രയും സാധനങ്ങൾ അതിൻ്റെ അകത്ത് കൊള്ളുന്നുണ്ടെന്നുള്ളത് ആ പേഴ്സിൻ്റെ ആ ഒരു സ്ട്രക്ചറിനൊരു എഫക്റ്റും ചെയ്യുന്നില്ല. എല്ലാം തിരിച്ച് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ക്ലാസ്പ് ചെയ്തിടുവാണേ. നോക്കിക്കണ്ടേ, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നുന്നില്ലേ? ഈ ഒരു പേഴ്സ്, ഈ ഒരു സംഭവം മാത്രം, ഈ ഒരു കീ ചെയിനാണ് ഇത് ബേസിക്കലി. അപ്പോൾ ഇത് കീ ചെയിനായിട്ട് നമുക്ക്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നമുക്ക് സെക്യൂറായിട്ട് നമുക്ക് കൊണ്ടുപോകാം. എങ്ങനെ പുറത്തോട്ട് എങ്ങാനും പോവുകയാണെങ്കിൽ വാലറ്റ് തപ്പുകയോ അത് എടുക്കാനുള്ള സമയമില്ലെങ്കിൽ ഈ ഒരു കീ ചെയിൻ മാത്രം എടുത്തുകൊണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കീ ചെയിൻ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയോ ചെയ്യാറുള്ളത്. അല്ലാണ്ട് പേഴ്സും വാലറ്റൊന്നും കൊണ്ടുപോകില്ല. എൻ്റെ വീഡിയോസ് കണ്ടതിന് തംസ് അപ്പ്, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.